ഭദ്രകാളി ഒന്ന് നോക്കിക്കണ്ടു കഴിഞ്ഞാൽ കിട്ടിപ്പാ, അധികം സമയം എടുക്കില്ല. ഇന്നെങ്കിലും നിങ്ങളെ ചെന്നേരത്തെ വിടാൻ പറ്റുമോ നോക്കട്ടെ. ഉറക്കം തോന്നുന്നത് കാണുന്നതിനേക്കാൾ ഭേദമല്ലേ നേരത്തെ വീട്ടിൽ വിടുന്നത്. നാരായണ. അപ്പൊ നമുക്കൊക്കെ വളരെയധികം ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സ്വരൂപമാണ് ഭദ്രകാളി അല്ലേ? നമ്മൾ കാണുന്ന രൂപം എന്ന് പറഞ്ഞാല് അതിഭീകരമാണ്. നാക്കൊക്കെ വെളിയിലേക്ക് ഇട്ട് അല്ലേ, ആ ഉണ്ട കണ്ണൊക്കെ പുറത്തോട്ട് തള്ളി, കയ്യിലൊരു വാളും ഒരു കയ്യിലൊരു ശിരസും, എന്നിട്ട് തലയോട്ടി മാലയൊക്കെ ധരിച്ച് സ്വന്തം പിതാവിന്റെ മാറത്ത് കാലും വെച്ചിട്ട് നിൽക്കുന്ന ഒരു സ്വരൂപം ഇല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ കണ്ടേക്കണേ? ആണോ? അവര് പോകുന്നത് നോക്കുവാന്ന്. എന്നാൽ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്നേ നടക്കും, എല്ലാം കൂടെ ഒന്നിച്ച് നടക്കൂല. കാരണം ഈ മനസ്സ് ഒരേ സമയത്ത് പലയിടത്ത് നിൽക്കില്ല, ഒരിടത്തേ നിൽക്കും. അവര് പോകുന്നേ കണ്ടോണ്ടിരുന്നാൽ അതിനകത്ത് പോകും മനസ്സ്. ഇവിടെ ഇപ്പൊ അവരെ നോക്കുമ്പം ആ മനസ്സ് അങ്ങോട്ട് പോലും ഇങ്ങോട്ടിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, കാണാനുള്ളത് ഇത്രയും സുന്ദരനാ, ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്തിനാ അവരെയൊക്കെ നോക്കാൻ പോകുന്നത്? എന്നെ കണ്ടോണ്ടിരുന്നാ പോയി പോരെ. അപ്പൊ എനിക്കത്ര സൗന്ദര്യം ഇല്ലയോ? ഉണ്ടാകുന്നോ? പിന്നെ ഈ നരസിംഹത്തെ കാണുന്നതിന് ഭേദമല്ലയോ അതിനേക്കാളെ കാണുന്നല്ലേ? അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കോ, അവരൊക്കെ പോയി. അപ്പോ ഇങ്ങനെയൊരു രൂപമാണ് നമ്മുടെ മുൻപില് ഭദ്രകാളി എന്ന് പറഞ്ഞ് നമുക്ക് കാട്ടിത്തരികണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, അച്ഛന്റെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്ന മകളാണ് അല്ലേ? മഹാദേവന്റെ പുത്രിയല്ലേ ഭദ്രകാളി? അപ്പൊ അച്ഛന്റെ നെഞ്ചത്ത് ചവിട്ടാൻ പഠിപ്പിച്ച മകളാണ് ആര്? ഭദ്രകാളി. അതിനെയാണ് നമ്മൾ പൂജിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ ആവോ? ഇല്ല. അപ്പൊ എന്താണ് അങ്ങനെ ഒരു സ്വരൂപത്തെ നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് കാട്ടിത്തരുന്നതിനുള്ള കാരണം? എന്താണ് അതിലടങ്ങിയിരിക്കുന്ന രഹസ്യം? നമ്മുടെ എല്ലാം ദേവതാസങ്കല്പങ്ങളുടെ ഉള്ളിലെല്ലാം ഒരു രഹസ്യത്തെ ഒളിച്ചു വെച്ചുകൊണ്ടാണ് ഗുരുക്കന്മാര് രൂപങ്ങളെ കാട്ടിത്തന്നിട്ടുള്ളത്. ഇവിടെ പറ്റൂല. അപ്പോ എന്തുകൊണ്ട് അങ്ങനെ രഹസ്യങ്ങള് ഈ ഇത്തരത്തിലുള്ള രൂപങ്ങളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ, എല്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല, എല്ലാം എല്ലാവരും അറിയാനും പാടില്ല. അർഹതയുള്ളവർ മാത്രമേ ഇതൊക്കെ അറിയാൻ പാടുള്ളൂ. അറിവ് അർഹതയുള്ളവന് വേണം പകർന്നു കൊടുക്കാൻ, അല്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല. എന്താ കാരണം? അത് ദുരുപയോഗം ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ മഹാക്ഷേത്രങ്ങളിൽ ചെന്നാല് ശ്രീകോവിലിന്റെ തെക്കുവശത്ത് ഒരു ചെറിയ ദ്വാരം കിട്ടിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഏറ്റുമാനൂർ പോയിട്ടുണ്ടോ? ഉണ്ടോ? ഏറ്റുമാനൂരത്തൊക്കെ വലിയ ശ്രീകോവിലാണ്, വലിയ വാതിലാണ് ചെയ്യുന്നത്. സാധാരണ മഹാക്ഷേത്രങ്ങളിൽ ചെന്നാൽ അവിടെ ആ തെക്കുവശത്തൊരു ഈ കട്ടളയ്ക്ക് പകരം ചെറിയൊരു ദ്വാരം ഇട്ടു. മറ്റവിടെ എഴുതി വെക്കാറുണ്ട് ഏകനേത്ര ദർശനം, അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞ് എഴുതി വെക്കാറുണ്ട്. കേട്ടോ? ഉണ്ടോ? ഇനി മഹാക്ഷേത്രം ഏതാണെന്നല്ല എഴുതി. എന്നാ അങ്ങനെ ഉണ്ടോ? പോണ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ വെറുതെ ഓടി ഓട്ടപ്രദർശനം നടത്തി പോകാൻ പോരാ. അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് തിരിച്ച് ഒരു കുറേങ്കിലൊക്കെ നോക്കി കണ്ടിട്ടേ വരാവൂ. അപ്പൊ അവിടെ എഴുതി വെക്കും ഏകനേത്ര ദർശനം അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി എന്ന് എഴുതി വെക്കാറുണ്ട്. എന്തുകൊണ്ട് അവിടെ ഒരു ദ്വാരം ഇട്ട് വെച്ചിരിക്കുന്നതാണ്? ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? അവിടെ ഇരിക്കുന്നത് ആരാന്നാ പറഞ്ഞേ? ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന സങ്കല്പം നമ്മളെ സംബന്ധിച്ച് എന്തായിട്ടാണ് വെച്ചിരിക്കുന്നത്? ദക്ഷിണ മേടിക്കാൻ ഒരു മൂർത്തി അല്ലേ?
ഗുരവേ സർവലോകാന വിഷയേ ഭവരോഗിണ നിധയേ സർവവിദ്യാന ദക്ഷിണാമൂർത്തയേ നമ. സർവവിദ്യകളുടെയും അധിപനായിട്ടാണ് ആരെ കൽപ്പിച്ചിരിക്കുന്നത്? ദക്ഷിണാമൂർത്തി, ലോകഗുരുവാണ്. അപ്പൊ എന്തുകൊണ്ട് അവിടെ ഒരു ചെറിയ ദ്വാരം ഇട്ടിട്ട് ഒരു ഇത്രയും വലിയൊരു അമ്പലത്തിനകത്ത് ഒരു ചെറിയ കട്ടിലേക്കൂടെ വെക്കാൻ വയ്യാഞ്ഞിട്ടാണോ അവിടെ ഒരു ചെറിയ ദ്വാരം ഇട്ട് വെച്ചിരിക്കുന്നത്? അല്ല. ജ്ഞാനം നേടാൻ അർഹതയുള്ളവൻ അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ളവൻ ഏതൊരുവനാണോ ജ്ഞാനം നേടണമെന്ന് അതിയായ ആഗ്രഹമുള്ളത്, അവൻ സൂക്ഷ്മമായി ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ ജ്ഞാനം ലഭ്യമാവുകയുള്ളൂ. മഹാജ്ഞാനിയായ ഒരു ഗുരുവിന്റെ അരികിൽ ചെന്നാൽ ആ ഗുരുവിൽ നിന്ന് അറിവുകൾ നേടണമെങ്കിൽ ഗുരുവിന്റെ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് അതിൽ വിജയിച്ചു കഴിയുമ്പോഴാണ് ഒരു യഥാർത്ഥ ഗുരു ഉപദേശം കൊടുക്കുക. അല്ല അങ്ങോട്ട് ഓടിച്ചെന്ന ഒന്നും ഉപദേശം തരികയോ അറിവ് പകർന്നു തരികയോ ഒന്നും ചെയ്യില്ല. ശരിക്കും കഷ്ടപ്പെട്ടാലേ അറിവ് നേടാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അർഹതയുള്ളവൻ സൂക്ഷ്മമായ തലത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമേ ആ അറിവുകൾ നേടാൻ പറ്റൂ, അപ്പോഴേ കൊടുക്കാവൂ. കാരണം ജ്ഞാനം നേടുന്നവൻ ഏതൊരു വിധത്തിലുള്ളവനാണെന്നുള്ള തിരിച്ചറിവ്, ആ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഗുരു പകർന്നു കൊടുക്കുള്ളൂ. കാരണം അത് ലോക നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം അറിവുകൾ നേടുന്ന, ഒരിക്കലും ലോകത്തെ നശിപ്പിക്കാനാവരുത്. ഇപ്പൊ ലോകത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് ദോഷകരമായി പ്രവർത്തിക്കുന്ന ഒരുവനാണ് ആ അറിവ് നേടുന്നത് എങ്കിൽ അത് സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ഉപയോഗിക്കും. അതുകൊണ്ട് എല്ലാ അറിവും എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ പാടില്ല. അർഹതയുള്ളവന് എവിടെയാണോ അറിവ് കിട്ടുന്നത് അവൻ അവിടെ ചെന്നിരിക്കും, ആ അറിവ് നേടിയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ദേവതാ സങ്കല്പങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു രഹസ്യം, ഒരു തത്വത്തെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഈ ദേവതാ സങ്കല്പങ്ങളെയൊക്കെ നമുക്ക് ഗുരുക്കന്മാർ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഭദ്രകാളി. കാണുമ്പോൾ ഭീകരമായിരിക്കുന്ന ഒരു രൂപമാണെങ്കിലും ജ്ഞാനത്തിന്റെ മൂർത്തിഭാവമാണ് ഭദ്രകാളി. സരസ്വതി ക്ഷേത്രം പോലെ തന്നെ വിദ്യാരംഭം കുറിക്കാൻ പറ്റിയ ഒരിടമാണ് ഭദ്രകാളി ക്ഷേത്രം. മൂഢനായ ഒരുവനെ ലോകം അറിയപ്പെടുന്ന കവിയാക്കി മാറ്റിയത് ആരാണ്? ആ കവിയുടെ പേരെന്തായിരുന്നു? അതിനെങ്കിലും ഒച്ച കേട്ടോ നാരായണ സ്വാമി, അത്രയും സന്നാമാനമായി. അപ്പൊ കാളിദാസൻ മൂഢനായ ഒരുവനെ ലോകമറിയപ്പെടുന്ന കവിയാക്കുമ്പോൾ ജ്ഞാനം ഉള്ളത് കൊണ്ടാണ് ആ ജ്ഞാനത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് ഭദ്രകാളി എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിന്റെ മൂർത്തിയും കൂടിയാണ്. ഇനി നമുക്ക് ആ ഭദ്രകാളി ഒന്ന് കാണാം. എവിടുന്ന അമ്മയുടെ ഉദ്ഭവം എന്ന സങ്കല്പം? ഭദ്രകാളി ഉണ്ടായത് എവിടുന്ന? ഞങ്ങളവിടെ ഇല്ലായിരുന്നു, ഞങ്ങളെങ്ങനെ അറിയുന്നത്? എവിടുന്ന ഭദ്രകാളി അവതരിച്ചതെന്നാ പറയണേ? ആരും കേട്ടിട്ടില്ലേ ഭദ്രകാളിയുടെ ഉത്ഭവം? തലപ്പുലക്കാർ കേട്ടിട്ടേ ഇല്ല ഭദ്രകാളി എന്ന് പറഞ്ഞൊരു സാധനത്തിനെ കുറിച്ച്. അതാ ഞാൻ പറയാം. ചില കഥകളിൽ മഹാദേവന്റെ ജടയിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് പറയുന്നുണ്ട്. ചിലയിടത്ത് മൂന്നാമത്തെ കണ്ണിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അത് രണ്ടായാലും ശിരസിന്റെ ഭാഗമാണ്, ജടയായാലും മൂന്നാമത്തെ കണ്ണായാലും ശിരസിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ പറയാം, മഹാദേവന്റെ ശിരസിൽ നിന്ന് ഉത്ഭവിച്ചവളാണ് ആര്? ഭദ്രകാളി. അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ ഉത്തുംഗ ശൃംഗം എന്ന് പറയുന്നത് ശിരസ്സായതുകൊണ്ട് ശ്രേഷ്ഠമായ തലത്തിൽ നിന്നാണ് ഉദ്ഭവം. അതുകൊണ്ട് ശ്രേഷ്ഠതമമായ അവസ്ഥയാണ് ഭദ്രകാളിയുടേത്. ഇനി ആ പേരിനെ നമുക്ക് നോക്കാം. ഭദ്രകാളി എന്നാണ് അല്ലേ?
കാലകാലനായിരിക്കുന്ന മഹാദേവന്റെ ശിരസിൽ നിന്ന് ഉത്ഭവിച്ചവളായതുകൊണ്ട് നമ്മൾ കാലത്തിന്റെ സ്വരൂപിണിയാണ്. കാലിയാണ് പറഞ്ഞ് കാളിയായത്. അതുകൊണ്ട് തന്നെ കാലത്തിന്റെ നിറമാകുന്ന കറുപ്പാണ് കാളിയുടെ നിറം. കറുപ്പായത് കൊണ്ട് അവളെ കാളി എന്ന് വിളിച്ചു. പിടികിട്ടുന്നുണ്ടോ ആവോ? പക്ഷെ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന നിറം ഏതാണ്? ഭദ്രകാളിയെ കണ്ട ഏത് നിറം കാണുന്നത്? ഇതൊന്നും കണ്ടിട്ടില്ല. എന്തെന്നൊരു വാടി മക്കളെ കാണുന്നത് ഭദ്രകാളിയുടെ ഫോട്ടോയില്? സാധാരണ കാണിക്കുന്നത് നീല നിറമാണ് അല്ലേ? ആന്നോ? പട്ടരെ പോലെ പറഞ്ഞാൽ പട്ടരെങ്ങനെ എന്തോ ചോദിച്ചാലും പട്ടർ എന്തോ ചെയ്യും? കേട്ടിട്ടില്ലേ? വീട്ടിൽ ചില പട്ടറുടെ ചോദിച്ചിട്ടില്ലേ? എന്തോ ചോദിച്ചാലും പട്ടർ എന്താ പറയാ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ചോദിച്ചാൽ എന്താ നീല കാണിക്കാൻ കാരണം? നീല എന്നത് അനന്തതയുടെ പ്രതീകമായിട്ട് അവിടെയാണ്. അനന്തമായിരിക്കുന്ന അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭദ്രകാളി കാലസ്വരൂപിണിയാണ്. അപ്പൊ കാലത്തെ അല്ലെങ്കിൽ കാലത്തിലുള്ളതിനെയെല്ലാം ഭദ്രമായിട്ട് ഏതൊരുവളാണോ കാത്തു സൂക്ഷിക്കുന്നത് അവളെ ഭദ്രകാളി എന്ന് വിളിക്കും. കാലത്തിലുള്ളതിനെയെല്ലാം അല്ലെ കാലത്തെ തന്നെ ഭദ്രമാക്കി ഏതൊരുവളാണോ സൂക്ഷിക്കുന്നത് അവളെ വിളിക്കുന്ന പേരാണ് ഭദ്രകാളി. അപ്പോ ആ ഭദ്രകാളി എന്ന സ്വരൂപം ഉണ്ടായത് കാലകാലനായിരിക്കുന്ന കാലസ്വരൂപനായിരിക്കുന്ന മഹാദേവനിൽ നിന്നായി. രണ്ട് കാര്യം ഓർത്തു വെച്ചോളാം. ഇതിലേക്ക് തിരിച്ചു വരണം. അതിനുവേണ്ട ഓർത്തോണം എന്ന് പറയണം. ഇനി കയ്യിലേക്കൊന്ന് വന്നാല് കയ്യിലൊരു വാളുണ്ട് ഇല്ലേ? എന്താ? ആരുടെയോ ഒരാളുടെ തലയുണ്ട്. ആരുടെ തലയാണ്? ദാരികൻ. ദാരികൻ ഏതിൽപ്പെട്ട ആളാ? മനുഷ്യനാണോ, ദേവനാണോ, രാക്ഷസനാണോ, അസുരനാണോ? അസുരൻ. ആരാ ഈ അസുരൻ എന്ന് പറഞ്ഞ ആരാ? നീ ഏതാണ് അറിയേണ്ടത്? അസു എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട് സംസ്കൃതത്തില്. ജീവൻ എന്ന അർത്ഥമുണ്ട്. ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല, അങ്ങനെ മനസ്സിലാക്കി വെക്കുന്ന കേട്ടോ. ജീവൻ എന്ന അർത്ഥമുണ്ട്, ഇന്ദ്രിയങ്ങൾ എന്ന അർത്ഥമുണ്ട്. ഇവിടുത്തെ അർത്ഥം ഇന്ദ്രിയം എന്നാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയസുഖങ്ങൾ അനുഭവിച്ച് അതിൽ തൃപ്തിപ്പെടുന്ന ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരാണ് അസുരൻ. അസുക്കളിൽ രമിക്കുന്നവനാരോ അവൻ അസുരൻ. അപ്പോ അസുക്കളിൽ രമിക്കുന്നവൻ അസുരനായപ്പം എന്താ തല വെട്ടാൻ കാരണം? ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അല്ലെങ്കിൽ പ്രാപഞ്ചിക വിഷയങ്ങളിൽ കൂടുതൽ ആസക്തനായാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവും. നമ്മളെ ഒരു സംഗതി ബാധിക്കും. എന്താന്ന് പറയാമോ? ആ തലക്കനം അല്ലെങ്കിൽ അഹങ്കാരം. അതെവിടാ ബാധിക്കണേ? തലയിലാണ് അല്ലേ? അതോ തലക്കനം തലയിലല്ലേ ബാധിക്കണേ? തലക്കനം ബാധിച്ചാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ അഹങ്കാരം ഉണ്ടായാൽ എന്താ കുഴപ്പം? ഈശ്വരനെ മറന്ന് ജീവിക്കാൻ തുടങ്ങി അല്ലേ? നമുക്ക് ഇച്ചിരി കാശൊക്കെയായി രുക്മിണി സ്ഥലമൊക്കെ മേടിച്ചൊരു 2 നിലയൊക്കെ പണിഞ്ഞ് ഒരു ബെൻസ് കാറിലൊക്കെ ഒന്ന് കയറി ഇരുന്ന് പോയാൽ നമ്മൾ പിന്നെ ഇഞ്ചോലിക്കാവിന്റെ പരിസരത്തൂടെ പോകുമ്പോൾ തല എങ്ങോട്ട് തിരിക്കും? നേരെ അങ്ങോട്ട് തിരിക്കും. അവിടെ എന്തോ നോക്കാനാണ് അല്ലേ? ഇങ്ങനെയാ മനുഷ്യന്റെ കാര്യം. എങ്ങനെ ഈശ്വരനെ മറന്ന് ജീവിക്കാൻ തുടങ്ങും. ഭൗതികത കൂടിക്കഴിയുമ്പോൾ അഹങ്കാരം വർദ്ധിക്കും.
അപ്പൊ അസുക്കളിൽ രമിച്ചാൽ അഹങ്കാരം ഉണ്ടാവും. അതുകൊണ്ട് അഹങ്കാരത്തിൻ്റെതായ തല വെട്ടണം. എന്തുകൊണ്ട്? വാളുകൊണ്ട്. ആ വാള് പ്രതിനിധീകരിക്കുന്നത് ജ്ഞാനത്തെയാണ്. ജ്ഞാനമാകുന്ന വാളുകൊണ്ട് അസുക്കളിൽ രമിച്ചിരിക്കുന്ന അസുരന്റെ തല വെട്ടിക്കളയണം. അപ്പോ അഹങ്കാരം ശ്രമിക്കണമെങ്കിൽ ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ. ആ ജ്ഞാനമുണ്ടായാൽ മാത്രമേ ഈശ്വരനെ അറിയാൻ കഴിയൂ. അപ്പൊ നമുക്ക് ഈശ്വരനെ അറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് എന്തുള്ളതുകൊണ്ടാണ്? ആ അഹങ്കാരം ഉള്ളത് കൊണ്ട്. അപ്പൊ നമ്മൾ എന്താണ്? നമ്മളെ എന്തോ വിളിക്കണം? അഹങ്കാരി എന്ന് വിളിക്കണം. പിടികിട്ടിയോ? ഇനി എവിടെയാ ഒരു കാലിരിക്കണത്? തന്റെ പിതാവ് എന്ന് സങ്കല്പിക്കുന്ന മഹാദേവൻ എന്ന സ്വരൂപത്തിലാണ് ഒരു കാലിരിക്കണത്. ഒരു കാല് പുറകിലുമാണ്, അല്ലേ? ആണോ? ആന്നോ? ആന്ന്. അപ്പോ എന്താ നമുക്ക് കാണിച്ചു തരുന്നത്? ഞാൻ ഉണ്ടായത് എവിടുന്ന? കാലസ്വരൂപനായ ആ രുദ്രനിൽ നിന്നാണ്. രുദ്രന് പറയുന്ന, അല്ലെങ്കിൽ മഹാദേവനൊരു പേരുണ്ട്, കാലകാലൻ, കാലാന്തകൻ, കാലസ്വരൂപൻ എന്നൊക്കെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ കാലത്തെ നിയന്ത്രിക്കുന്നവനാണ് ആര്? രുദ്രൻ. അപ്പൊ കാലത്തിന് നമ്മൾ വേറൊരു പേരുടെ ഒരു വാക്കൂടെ ചേർത്ത് പറയാറുണ്ട്. കാലത്ത് എന്താ എന്ന് പറയും? കാല ചക്രം എന്നാ പറയല്ലേ? കേട്ടുണ്ടോ? കാലചക്രം. ചക്രമാകുമ്പോ എന്ത് ചെയ്യും? കറങ്ങും. കറങ്ങുമ്പോ എന്താ പ്രത്യേകത? എവിടെ സ്റ്റാർട്ട് ചെയ്തോ വീണ്ടും കറങ്ങി അവിടെ തന്നെ വരും, ഇല്ലേ? വരില്ലേ? അപ്പോ ഞാനാകുന്ന സ്വരൂപം എവിടെ നിന്നാ പുറപ്പെട്ടെ? ശിവനിൽ നിന്നല്ലെങ്കിൽ രുദ്രനിൽ നിന്ന്. അപ്പൊ ഞാൻ എവിടെ ചെന്ന് ചേരണം? ആ ശിവനിൽ തന്നെ ചെല്ലണം. അതായത് എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെയാണ് ഞാനാകുന്ന ഈ ജീവൻ അല്ലെങ്കിൽ ഈ സ്വരൂപം ചെന്നെത്തിച്ചേരേണ്ടത്. അവിടം കടന്നു പോകാൻ ഒരു ഇടമില്ലാത്തത് കൊണ്ടാണ് ഒരു കാര്യം പറയുന്നത്. മറികടക്കാൻ വേറൊരിടം ഇല്ല. അപ്പോ ആ ജ്ഞാനെന്ന സ്വരൂപം ഈ ശരീരമല്ല, ആത്മസ്വരൂപമാണ്. അത് ഉദ്ഭവിച്ചത് കാലസ്വരൂപനായിരിക്കുന്ന ശിവനിൽ നിന്നാണ്. അതുകൊണ്ട് ചെന്ന് ചേരേണ്ടത് ആ ശിവനിൽ തന്നെയാണ് എന്ന് ബോധിപ്പിച്ചു. ഇനിയോ കഴുത്തെ മാലയുടെ പണ്ടില്ലേ? ഉണ്ടാ? എന്തിന്റെ മാലയാ? തലയോട്ടി. എത്ര ഉണ്ട്? ഞങ്ങൾ ഇതുവരെ എണ്ണിയിട്ടൊന്നുമില്ല. 51 കണക്ക്. നമുക്ക് എത്ര അക്ഷരമുണ്ട്? 58, 56, 51. ഈ 51 അക്ഷരത്തിന്റെ സ്വരൂപമാണ് ഈ 51 മുണ്ടമാല എന്ന് പറയാം. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറഞ്ഞത് ജ്ഞാനത്തിന്റെ സ്വരൂപിണിയാണ് എന്ന് പറയാൻ കാരണം. അക്ഷരം, ക്ഷരമില്ലാത്ത, നാശമില്ലാത്ത അവസ്ഥയിൽ എത്തിക്കുന്നവൾ. എന്തിനേ നാശമില്ലാതുള്ളൂ? അറിവിന് മാത്രമേ നാശമില്ലാതെയുള്ളൂ. ശരീരത്തിന് നാശമുണ്ട്, പ്രകൃതിക്ക് നാശമുണ്ട്, ഈ പ്രകൃതിയിലുള്ള സർവ്വ വസ്തുക്കൾക്കും നാശമുണ്ട്. പക്ഷെ അറിവ് മാത്രം ഒരിക്കലും നശിക്കില്ല. ഇനി നമുക്കത് മുഴുവൻ ഒന്ന് കൂട്ടി നോക്കി നിർത്താം. ഞാൻ എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെ എത്തിച്ചേരേണ്ടത് എന്റെ ജീവിത ലക്ഷ്യമാണ്. അതായത് ശിവനിൽ നിന്ന് വന്ന്. അതുകൊണ്ടാണ് നമ്മളെല്ലാം എന്തായിട്ട് പറയണത്? അമൃതസ്വരൂപികളെ എന്നാ നമ്മളെ വിളിക്കുക, അല്ലേ?
മരണമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന സ്വരൂപം, അമൃതമാകുന്ന സ്വരൂപം, നാശമില്ലാത്ത സ്വരൂപം. നാശമില്ലാത്തത് എന്തിനേ ഉള്ളൂ? ആത്മാവിന് മാത്രമേ ഉള്ളൂ. ശരീരത്തിന് നാശമുണ്ട് ഇല്ലേ? സർവത്തിനും നാശമുള്ള, പക്ഷെ എന്തിനും മാത്രമേ നാശമില്ല? ആത്മാവിന് മാത്രം നാശമില്ല. ആത്മാവിനെ നശിപ്പിക്കാൻ സാധിക്കുന്നതല്ല ഒരു വിധത്തിലും. അപ്പൊ ചോദിക്കും, ദേഹത്തുനിന്ന് ചത്തുപോയി എന്നൊക്കെ പറയില്ല, ജീവൻ പോയി കഴിഞ്ഞാൽ ജീവനാണോ ആത്മാവ്? ജീവനല്ല ആത്മാവ്. ജീവൻ വേറെ, ആത്മാവ് വേറെ. ആത്മാവ് ജീവൻ പോകുന്നതോടൊപ്പം തന്നെ വേർപെട്ടു മാറും. അതിനെ ആവാഹിക്കാനോ എവിടെങ്കിലും കൊണ്ടിരുത്താനോ ഒന്നും സാധിക്കില്ല. ജീവനും വിട്ടുപോകും. അതിന്റെ കർമ്മഫലം അനുസരിച്ച് വേറെ ജന്മമെടുക്കാൻ. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ സ്വാമി അച്ഛനെ ആവാഹിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതെന്തിനാ കൊണ്ടുപോയേ? അച്ഛനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ഈ ആവാഹനം കണ്ടിട്ടുണ്ടോ? എവിടുന്ന് ആവാഹിക്കണേ ഈ അച്ഛനെ? ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ആവാഹിച്ചെടുക്കണേ അല്ലേ? ആവാഹനം നടക്കുമ്പോൾ വീട്ടിലുള്ളവരുടെ കയ്യിൽ പൂവും അക്ഷതവും ഒക്കെ തന്നിട്ട് എന്താ പറയും? ശരിക്കും പ്രാർത്ഥിച്ച് മൂക്കിക്കൊണ്ട് ശ്വാസമൊക്കെ വിട്ടിട്ട് എവിടോട്ട് വെക്കാൻ പറയും? അവിടോട്ട് വെക്കാൻ പറയും അല്ലേ? ആരുടെ മൂക്കിക്കൂടെ ശ്വാസം വിടാൻ പറഞ്ഞേ? മക്കളുടെ മൂക്കിക്കൂടെ. അപ്പൊ അച്ഛൻ എവിടുന്നാ വന്നേ? ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ? ഈ ആവാഹനാദി കർമ്മങ്ങൾ നടത്തുമ്പോ ആ വീട്ടിലുള്ളവരോട് പറയും, നിങ്ങൾ മക്കളാണെങ്കിൽ അവരോട് പറയും, ഇത് കയ്യിൽ പിടിച്ച് ഭംഗിയായിട്ട് പ്രാർത്ഥിച്ച് അച്ഛന്റെ ആത്മാവിനെ ആവാഹിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന വേണം. അതുകൊണ്ട് നിങ്ങൾ ഭംഗിയായി പ്രാർത്ഥിച്ച് നിങ്ങൾ കുഴിഞ്ഞ് മൂക്കിക്കൂടെ ശ്വാസം ആ അക്ഷരത്തിലും പുഷ്പത്തിലും കൂടെ ഇട്ടേച്ച് ഇതാ ഇവിടോട്ട് വെച്ചേക്കാൻ പറയും. ശരിയാണോ? ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ നിങ്ങളുടെ അച്ഛനെ ആവാഹിച്ചത് എവിടുന്ന? നിങ്ങളുടെ ശരീരത്തു നിന്നാണ് അല്ലേ? ആണോ? അപ്പൊ അച്ഛൻ എവിടെ ഇരുന്നേ? എന്റെ അച്ഛൻ ഇരുന്നത് എന്റെ ശരീരത്തില്ല. എന്താ കാരണം? എന്റെ അച്ഛനിൽ നിന്ന് വാങ്ങി വെച്ചതാണ് ഈ ശരീരത്ത് ഉള്ളത്. അതുകൊണ്ട് എന്റെ അച്ഛൻ പോയപ്പം എങ്ങോട്ടിരുന്നു? എന്നിലേക്കിരുന്നു. അച്ഛന്റെ ജീവനാണോ ഇരുന്നേ? അല്ല. ആത്മാവാണോ? അല്ല. പിന്നെ എന്താ അച്ഛൻ എന്റെ ശരീരത്തെ എങ്ങനെ കയറിയേ? ആ ജീവൻ വിട്ടുപോയപ്പോ ആ പ്രകൃതിയിൽ ഉപേക്ഷിച്ച് ശക്തിയായിട്ട് അല്ലെങ്കിൽ എനർജി ആയിട്ട് എന്നിലേക്ക് കുടികൊണ്ടു. അത് ചില സമയം എനിക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോ ജ്യോതിഷന്മാർ പറഞ്ഞു പിതൃദോഷമുണ്ട്, ആവാഹിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തിരുമേനിമാരെ വിളിച്ചിരുത്തി ഗണപതി ഹോമോ, സുദർശന ഹോമോ, തിലഹോമോ ഒക്കെ നടത്തി ആവാഹിച്ച് ആ രൂപത്തിലാക്കി. എന്നിൽ എനിക്ക് ദോഷപരമായി നിൽക്കുന്ന കാരണം ആ ചൈതന്യവുമായിട്ട് ചേരാൻ എന്റെ ശരീരത്തിന് പറ്റാത്തത് കൊണ്ട് അതിനെ ആവാഹിച്ച് ഞാൻ എവിടെ കൊണ്ടിരുത്തി? തിരുവല്ലത്തോ വർക്കലയിലോ എവിടാ സൗകര്യം എന്ന് വെച്ചാൽ അവിടെ കൊണ്ട് ഇരുത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോവോ? അച്ഛനെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്, ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. നമ്മുടെ പണി തീർന്നു. അച്ഛനെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ പണി തീർന്നു. പിന്നെ നമ്മൾ ഇനി ഒന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല. മരിച്ചാൽ 12 വർഷം തുടർച്ചയായിട്ട് ബലിയിടണം. ഒരാൾ മരിച്ചു, അച്ഛനോ അമ്മയോ ഒക്കെ മരിച്ചാൽ 12 വർഷം ഏറ്റവും കുറഞ്ഞത് തുടർച്ചയായിട്ട് ബലിയിടണം. കാരണം 12 ദിവസം എടുക്കും അവർക്ക് അടുത്ത ശരീരം സ്വീകരിക്കാൻ. അത് നമ്മളെ സംബന്ധിച്ച് 12 വർഷമാണ്. അപ്പൊ ബലിയിടാൻ പോകുമ്പോ എങ്ങനെ വേണം? തലേ ദിവസം ഒരു നേരത്തെ അരിയാഹാരം കഴിച്ച് അല്ലേ, രാത്രി വല്ല മുഴുക്കുമൊക്കെ തിന്നിട്ട് രാവിലെ പോയി ബലിയിട്ട് വെച്ച് വന്നാൽ ഉടനെ എങ്ങോട്ട് പോകണം? അപ്പോഴേ എന്താവൂ? നോമ്പ് മുറിയോ? അച്ഛൻ എടുക്കുവോ? അച്ഛൻ എടുക്കില്ല. എന്താ കാരണം?
ബലികർമ്മം പൂർണ്ണമായില്ല. അന്നും കൂടി ഒരിക്കൽ എടുത്തു കഴിഞ്ഞിട്ട് മൂന്നാം തീയതി, അതായത് ഇന്നലെ എടുത്തു, ഇന്ന് ബലിയിട്ടു, ഇന്നും കൂടെ ഒരിക്കൽ എടുത്ത് നാളെ മാത്രമേ അത് പൂർണ്ണതയിൽ വരുള്ളൂ. നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോഴേ ഇന്നലെ കഴിക്കാത്തതിന്റെ ക്ഷീണം തീർക്കാന് അങ്ങോട്ട് കിട്ടും. പിന്നെ ചെന്ന് നോക്കും, എങ്ങനെയുണ്ട് ജ്യോത്സ്യരെ? ഏറ്റില്ല. എന്താണെന്നറിയും? അയ്യോ, ഞാൻ ആ സാധാരണ അച്ഛൻ എന്നോടായിരുന്നു പ്രിയം കൂടുതൽ, ഞാനിട്ട സാധാരണ ഏക്കണ്ട, പിന്നെ എന്തോ പറ്റിയതാ. ഏറ്റവും ദേവപൂജയേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോട് ചെയ്യേണ്ട ഒരു കർമ്മമാണ് പിതൃതർപ്പണം. ശ്രാദ്ധം എന്ന് പറയും. ശ്രദ്ധയോടുകൂടിയുള്ള ഊട്ടലാണ് ശ്രാദ്ധം. അതിന് ശ്രദ്ധയില്ലാതായാൽ പിതൃക്കൾ സ്വീകരിക്കില്ല. കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് ഇനിയെങ്കിലും ഇതിനൊക്കെ പോകുമ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് മറ്റിടത്തോട്ട് കയറി കഴിച്ചും പറിച്ച് അളവ് നോക്കി ഒഴിച്ച് കഴിച്ചു വീട്ടിൽ ചെല്ലരുത്. കേട്ടോ? ചെയ്യുന്നവരോടാണ് ഈ പറയണേ, എല്ലാവരും അങ്ങനെയുള്ളവരൊന്നും അല്ല, ചെയ്യുന്നവരോട് പറയുന്നു മാത്രം. പിതൃ സ്വീകരിക്കില്ലേ? അപ്പൊ പിതൃ എന്ന് പറയണത് ഈ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകുമ്പോ ആ അന്തരീക്ഷത്തിൽ ഉപേക്ഷിക്കുന്ന ഒരു എനർജിയാണ്. അത് നമ്മുടെ ശരീരവുമായിട്ട് യോജിക്കാതെ വരുമ്പോഴാണ് നമുക്കത് ദോഷകരമായിട്ട് ബാധിക്കുന്നത്. അനുകൂലമായി നിൽക്കുമ്പോൾ നമുക്ക് പിതൃവിന്റെ പ്രീതി ഉണ്ടെന്നും പറയും. എന്റെ എളിയ അറിവാണ്, ശരിയാണോ തെറ്റെന്നറിയില്ല, എന്റെ അറിവ് ഞാൻ പകർന്നു വരുന്നത് മാത്രം. ഇനി അങ്ങനെ അല്ല എന്നുള്ളവർ വന്ന് പറഞ്ഞാൽ അത് ന്യായമായിട്ട് കാര്യങ്ങളാണെങ്കിൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, വിരോധമൊന്നുമില്ല. ഞാൻ നേടിയ അറിവുകളായി പകർന്നു വരുന്നത്. അപ്പൊ ചിലർ ചോദിക്കാറുണ്ട്, ഇതിനെ ആവാഹിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടെന്ന് വേണം പറയാൻ. കാരണം അത് നമ്മുടെ ശരീരത്തെ എനർജിയുമായിട്ട്, ഇന്നലെ കുട്ടികളെ ഇരുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു പരസ്പരം ശരീരം മുട്ടരുത് അല്ല, കുട്ടികളോട് പറഞ്ഞു. ഇന്നലെ വേറെ ആയിട്ട് കാര്യത്തിൽ നമ്മൾ പറഞ്ഞു. എന്തിനായിരുന്നു? ഇവരല്ല മൃത്യുഞ്ജയം നടന്നപ്പോ അല്ലേ പറഞ്ഞില്ലേ, ശരീരം തമ്മിൽ മുട്ടരുത്, കസേര അകത്തിയിട്ട് വേണം ഇരിക്കാന്ന് പറഞ്ഞായിരുന്നു. ഓർമ്മ ഉണ്ടോ? എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞേ? രണ്ടുപേര് പരസ്പരം മുട്ടിയാൽ അവരുടെ ശരീരത്തുണ്ടാകുന്ന എനർജിക്ക് വ്യത്യാസം ഉണ്ടാവും. അത് ചിലർക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് നമ്മുടെ എല്ലാ ശരീരത്തെ എനർജി ഒരുപോലെയല്ല. അപ്പൊ ഇപ്പൊ മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഞാൻ എവിടെ നിന്നാണോ പുറപ്പെട്ടത്, ഞാൻ പുറപ്പെട്ടത് ആ ശിവത്വത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ ചെന്ന് ചേരേണ്ടത് ആ ശിവത്വത്തിലാണ്. പക്ഷേ എന്തു പറ്റുന്നു? എന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഞാൻ ഈ പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങളെ സ്വീകരിക്കുന്നത് കൊണ്ട്, എനിക്കതെല്ലാം ഉപേക്ഷിച്ച് ശരീരമാണ് ഞാനെന്ന ബോധത്തോടുകൂടി ശരീരവുമായി താതാത്മ്യം പ്രാപിച്ച് നിൽക്കുന്നത് കൊണ്ട്, എനിക്ക് യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെടുന്നത് കൊണ്ട് എത്തേണ്ടിടത്തെത്താൻ എനിക്ക് കഴിയണില്ല. അപ്പൊ അതിന് ഭദ്രകാളി പറയുകയാണ് നമ്മളോട്, എന്ത്? നീ ഈ ശരീരമല്ല, പിന്നെ ഒന്നുകൂടിയുണ്ട്. ഉടുത്തിരിക്കണത് എന്താ? അത് മറന്നുപോയി. ഉടുത്തിരിക്കണത് എന്താ ഭദ്രകാളി? അരയിൽ ഉടുത്തിരിക്കണത് എന്താ? കണ്ടിട്ടില്ലേ? കൈയാണ് എടുത്തിരിക്കുന്നത് അല്ലേ? കൈ വെട്ടി കോർത്ത് കൊടുത്തിരിക്കുക ആണോ? എന്താ ഈ കൈ വെട്ടി കൊടുത്ത? കാല് വെട്ടി കൊടുത്താൽ പറയാം, നിൽക്കാൻ പറ്റുന്ന. എന്തിനാ കൈ വെട്ടി കൊടുത്ത്? കൈ വെട്ടി കൊടുക്കാൻ കാരണം കർമ്മം ചെയ്യണത് എന്തുകൊണ്ടാണ്? കൈകൊണ്ടാണ്. കർമ്മം ചെയ്താൽ എന്താ പ്രശ്നം? കർമ്മഫലം ഉണ്ടാകും. കർമ്മഫലം ഉണ്ടായാൽ എന്ത് വേണം? അത് കർമ്മം ചെയ്യുന്നവൻ അനുഭവിക്കണം. അപ്പൊ കർമ്മഫലം അനുഭവിക്കാൻ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. ഇനി ഇത്രയും കാര്യങ്ങളെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഭദ്രകാളിയുടെ തത്വത്തെ പറഞ്ഞു വെക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോണം. ഇന്ദ്രിയ വിഷയങ്ങൾ കൊണ്ട് അഹങ്കാരം ബാധിച്ചിരിക്കുന്ന തലയെ, അല്ലെങ്കിൽ അഹങ്കാരത്തിനെ ജ്ഞാനം നേടിയെടുത്തുകൊണ്ട് ഇല്ലാതെയാക്കണം. ശ്രദ്ധിച്ചോണം.
പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങൾ കൂടി അനുഭവിക്കുന്ന സുഖം കൊണ്ട് അഹങ്കാരം ബാധിക്കാൻ കാരണമല്ലേ, അഹങ്കാരം തോന്നാൻ കാരണം ജ്ഞാനമില്ലായ്മയാണ്. അതുകൊണ്ട് ജ്ഞാനത്തെ നേടിയെടുത്ത് അഹങ്കാരത്തെ ഇല്ലാതെയാക്കണം. അഹങ്കാരം ഇല്ലാതെയാകുമ്പോൾ മാത്രമേ യാഥാർത്ഥ്യബോധത്തിലേക്ക് ബുദ്ധി പോവുകയുള്ളൂ. അതോടൊപ്പം കർമ്മവിച്ഛേദം കൂടി വരുത്തണം. കർമ്മവിച്ഛേദം വരുത്തുക എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതല്ല. ചെയ്യണ കർമ്മം ഞാനാണ് ചെയ്തത് എന്ന ബോധത്തോടുകൂടി അല്ലെങ്കിൽ അതിൽ അഭിമാനം കൊണ്ടുകൊണ്ട് കർമ്മം ചെയ്യാതെ ഇരിക്കുക. ഞാൻ ഈ ചെയ്തതെല്ലാം എൻ്റെ ഒരു നിയോഗം മാത്രമാണ്, ഇതിന് എനിക്ക് യാതൊന്നും അവകാശപ്പെടാനില്ല എന്ന സങ്കല്പത്തില് ഈശ്വരനാണ് എന്നെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത് എന്ന ബോധത്തോടുകൂടി കർമ്മം ചെയ്തുകൊണ്ട് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യാം. അങ്ങനെ ആ കർമ്മം ചെയ്തുകൊണ്ട് നീ മുൻപോട്ട് പോകുമ്പോൾ നിന്റെ അഹങ്കാരം ശമിക്കും, കർമ്മവിച്ഛേദവും വന്ന് ജ്ഞാനം നേടിയെടുത്ത് കഴിയുമ്പോൾ നിനക്ക് ബോധമുണ്ടാകും നീ വന്നത് ആ ശിവനിൽ നിന്നാണ്, നീ ശിവമാണ് എന്ന ബോധം നിനക്കുണ്ടാകുമ്പോൾ കാലത്തിൽ വളർന്ന് കാലത്തിൽ ജനിച്ച് കാലത്തിൽ വളർന്ന് കാലത്തിൽ ഒടുങ്ങുന്ന നീ ചെന്നു ചേരുന്നത് ആ സാക്ഷാ ശിവനിലേക്കാണ്. അതിനപ്പുറം കടന്നു പോകാൻ നിനക്കൊരു ഇടം വേറെ ഇല്ല. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് എന്താ? കർമ്മങ്ങളെ മുഴുവൻ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. ഞാൻ ഇതൊന്നും എന്റെ മിടുക്ക് കൊണ്ട് ചെയ്യണതല്ല എന്ന ആ ഈശ്വരനാണ് ഇതെല്ലാം ചെയ്യിക്കണത് എന്ന ബോധത്തിൽ ചെയ്യുക. അതിനാണ് നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിയുമ്പോൾ അവസാനം ഒരു വാക്ക് പറയും, എന്താ? കായേന വാച മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്നും പറഞ്ഞ് കമന്ന് നീണ്ട് നിവർന്ന് കിടന്നെന്റെ ഭഗവാനെ ഒരു മനസ്സിലെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്തായിട്ട് എന്റെ വകയായിരുന്നു അന്നതാണ്, അതിന് ഞാൻ വന്നത്. ആർക്ക് സമർപ്പിച്ചെന്നാ പറഞ്ഞ്? നാരായണൻ. ഇപ്പൊ ആരുടെ വകയായി? എന്റെ വകയായി. അപ്പൊ നാരായണന് കൊടുത്തോ? ഇല്ല. അപ്പൊ എന്ത് പറ്റും? ആ അന്നദാനത്തിൽ വന്ന പാകപ്പിഴകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആരനുഭവിക്കണം? ഈ അന്നദാനം നടത്തിയവൻ അനുഭവിക്കണം, അല്ലേ പൂജയ്ക്ക് സമർപ്പിച്ചവൻ നടത്തണം. അപ്പൊ എന്ത് വേണം അവിടെ? ആ ഈശ്വരീയമായ സങ്കല്പം കൊണ്ട് എനിക്ക് ആ ഭഗവതിയുടെ കൃപാകടാക്ഷം കൊണ്ടാണ് ഈ ഒരു സൗഭാഗ്യം ഉള്ളത്, 10 പേർക്ക് അന്നം കൊടുക്കാൻ ആ അമ്മ എന്നെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് സാധിച്ചത് എന്ന ബോധത്തില് ആ അമ്മയുടെ പാതാരബന്ധങ്ങളിലേക്ക്, ഭഗവാന്റെ പാതാരബന്ധങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ടാവണം ഏതൊരു കർമ്മവും ചെയ്യണത്. അപ്പോൾ മാത്രമേ കർമ്മഫലം നമ്മളിൽ നിന്ന് വിട്ട് പോവുകയുള്ളൂ. ഇപ്പം ഭദ്രകാളി എന്താന്ന് പിടി കിട്ടിയോ? ഇപ്പൊ പേടിക്കേണ്ട സാധനമാണോ? ആണോ? നീ ഫോട്ടോ വീട്ടിൽ കൊണ്ട് വെക്കുന്നതിന് കുഴപ്പം വല്ലതും ഉണ്ടോ? ഉണ്ടോ? എന്തൊക്കെ പറഞ്ഞാലേ സ്വാമി ഭദ്രകാളി അല്ലയോ? ഇല്ലേ? നമുക്ക് എന്നാലും പേടിയാ. അപ്പൊ അതുകൊണ്ട് നമ്മളെ ആ പരമമായ ശിവത്വത്തിലേക്ക് എത്തുവാനുള്ള വഴിയെ കാട്ടിത്തന്നുകൊണ്ട് അതിന് വേണ്ടതായ വഴികളെ ഭദ്രമാക്കി തരുന്ന സ്വരൂപമാണ് ഇത് ഭദ്രകാളി. അല്ലാതെ ഇനി ഒന്നുകൂടി ഉണ്ട്, ഈ നാക്ക് പുറത്തേക്ക് ഇട്ടേക്കുന്ന എന്തിനാ? രണ്ട് കാര്യങ്ങൾ നമ്മളെ ബോധിപ്പിക്കുന്ന. എന്താണ്? നാക്ക് പുറത്തേക്കിട്ട വർത്താനം പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. നാക്ക് പുറത്തോട്ടിട്ടിട്ട് രസം അറിയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എത്ര ഇന്ദ്രിയുണ്ട്? 15? 5 ഉള്ള തലപ്പിലക്കാർക്ക് 5 ഇന്ദ്രിയമുള്ളൂ. ഞങ്ങൾക്കൊക്കെ 10 ഉണ്ട്. 5 ജ്ഞാനേന്ദ്രിയുണ്ട്, 5 കർമ്മേന്ദ്രിയുണ്ട്. കണ്ണ, മൂക്ക, നാക്ക, ത്വക്ക്, ചെവി എന്ന് പറയുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങളും വാക്, പാദ, പാണി, പായു, ഉപസ്ഥം എന്ന് പറയുന്ന 5 കർമ്മേന്ദ്രിയങ്ങളും. അപ്പൊ 5 5 എത്രയായി? 10. എന്നാ ഇന്ന് മുതൽ പഠിച്ചോ. 5 5 9. എന്താ കാരണം എന്നറിയാമോ? ഈ രണ്ടിലും പെടുന്ന ഒരെണ്ണമുണ്ട്. ഏതാന്ന് പറയാമോ?
ഈ ജ്ഞാനേന്ദ്രിയത്തിലും കർമ്മേന്ദ്രിയത്തിലും പെടുന്ന ഒരു ഇന്ദ്രിയമുണ്ട്. ചില അമ്മമാര് പറയും ചില നീളം കൂടുതലാണ്. ആ നാക്ക് അങ്ങനെ പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവണം. അപ്പൊ അതുകൊണ്ട് പറഞ്ഞെന്താ, നീ ആ ഇന്ദ്രിയങ്ങളെ അടക്കണം. ഇന്ദ്രിയങ്ങൾ അടങ്ങിയാൽ മാത്രമേ മനസ്സ് ശുദ്ധമാവുള്ളൂ. അപ്പോൾ മാത്രമേ വിഷയവൈരാഗ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ എന്ന ബോധം കൂടി നമുക്ക് തരിക. അല്ലാതെ നമ്മളെ പേടിപ്പിക്കുന്ന സ്വരൂപമൊന്നുമല്ല ഭദ്രകാളി. ഇത്ര സുന്ദരമായ ജ്ഞാനത്തിന്റെ മാർഗത്തെ കാട്ടിത്തരുന്ന ഭഗവതി സ്വരൂപമാണ് ഭദ്രകാളി. അതുകൊണ്ട് ജ്ഞാനം വേണ്ടവരും ശത്രുഭയം തീരേണ്ടവരും. അപ്പൊ എങ്ങനെയാ സ്വാമി ഈ ശത്രുഭയം ഉണ്ടാവുമ്പം ഭദ്രകാളിയെ വിളിച്ച ശത്രുഭയം തീരുന്ന എങ്ങനെയാ? നമ്മുടെ ശത്രു ആരാ? ആ നമ്മള് തന്നെ. അപ്പൊ ഉള്ളിലുള്ള ശത്രുഭയം ആരുടേതാ നീങ്ങേണ്ടത്? നമ്മുടെ ഉള്ളിലുള്ളതാ നീങ്ങേണ്ടത്. അതുകൊണ്ട് അത് മാറിക്കഴിഞ്ഞാൽ അവിടെ രക്ഷപ്പെട്ടു. പിന്നെ ഭയവും മാറും. ഏത് ഭയം? മരണഭയം. അതും മാറിക്കിട്ടും ഭദ്രകാളിയെ വിളിച്ചാൽ. അപ്പൊ പോകുന്ന വഴിക്ക് ആരെ വിളിച്ചോണ്ട് പൊക്കോളുക? ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിഞ്ഞാൽ ഇറങ്ങുമ്പോ എന്തോ പറയണം? എന്റെ കൂടെ പോരാൻ പറയണം. ആരോടാ? ആ ഭദ്രകാളിയോട്. പറയുമോ നമ്മള്? പറയുമോ? ഇല്ല. എന്താ കാരണം? സ്വാമി അഥവാ ഇറങ്ങി കൂടെ വന്നാൽ എവിടെ കൊണ്ട് ഇരുത്തും? 4 ബെഡ്റൂമും 8 ബാത്റൂമും ഉണ്ട്. പക്ഷെ ഒരു റൂം മാത്രമേ ഇല്ല. ഏത് റൂമാ? ആ പൂജാ റൂം. പിന്നെ ആകപ്പാടെ ചില സ്ഥലമുള്ള എവിടാ? സ്റ്റെയർ കേസിന്റെ കീഴാ. അതിനകത്താണ് സർവ്വതും കൊണ്ട് ഇത് ഡംപ് ചെയ്തേക്കാം. പിന്നെ എവിടെ കൊണ്ടിരുന്ന? വാസകേന്ദ്രം ഉണ്ടാക്കുമ്പം ആദ്യം കാണേണ്ട സ്ഥാനം ദേവസ്ഥാനമാണ്. ദേവതാ സങ്കല്പത്തെ ഇരുത്താനുള്ള ഇടം കണ്ടിട്ടേ കിടക്കാനുള്ള മുറി ഉണ്ടാക്കാവൂന്ന് പറയും. നമുക്കിപ്പോ അടുക്കളയില്ല, പൂജാമുറിയില്ല. അടുക്കള ഉണ്ട്, ചൈനീസാണ് അല്ലേ? അടുക്കളയിൽ എന്തില്ല ഇപ്പം? എന്തില്ല? അടുപ്പില്ല. എന്താ കാരണം? ഓ കരിയൊക്കെ പിടിക്കുന്ന സമയം ഇത്രയും രൂപ മുടക്കി വീടുണ്ടാക്കി വെച്ചിട്ട് കരി പിടിപ്പിക്കാൻ പറ്റുമോ? അടുപ്പില്ലാത്ത വീട് ശ്മശാന ഭൂമിയാണ്. നീയൊക്കെ ജീവിക്കുന്ന ശവമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളെ ശവന്തീനികളായത്. മനസ്സിലായോ? പറയും ഒരു കുഴി അടുപ്പെങ്കിലും അടുക്കളയിൽ വേണം. അത് നിത്യേന അതിനകത്തൊരു കനലെങ്കിലും എരിയുകയും വേണം. അത് സംഭവിച്ചില്ലേ ആ വീടല്ല, ശ്മശാന ഭൂമിയാണ്. ശവം ദഹിപ്പിക്കുന്നതിന് തുല്യമായിട്ട് മാറും അവിടെ വെക്കുന്ന ആഹാരങ്ങളെല്ലാം. അതുകൊണ്ടാ തിന്നുന്നതിന് മുമ്പ് ഊര് ഭൂമി വെക്കാറില്ലേ? അതുകൊണ്ടാ. ശവം തിന്നാ എങ്ങനെ ഇരിക്കും? ദഹിക്കുവോ? ദഹിക്കാൻ ഭയങ്കര താമസം. മനസ്സിലായോ? ആവോ? ഭാഷം കയറി ഇപ്പം നമ്മൾ പഴയ ആചാരങ്ങളൊക്കെ വിട്ട് തൊലച്ചു കളഞ്ഞു. ഇപ്പൊ പിന്നെ ചിലര് പറയാറുണ്ട് വീട്ടിൽ പൂജാമുറി വെക്കരുത്, ഫോട്ടോ വെച്ച് വിളക്ക് കത്തിക്കരുത്, കിട്ടണന്റെ കയ്യിൽ കുഴല് കൊടുക്കരുത്. എന്തെല്ലാമാണോ നാരായണ! പൂജാമുറി വെച്ച് അതിനകത്ത് ഫോട്ടോയോ ഒക്കെ വെച്ച് വിളക്ക് കത്തിച്ചാൽ അവിടെ ഈശ്വര ചൈതന്യം ഉണ്ടാവും. അത് പിന്നെ പ്രശ്നമാവുമെന്ന ഞാൻ പറയും. ഞാൻ വീട്ടിൽ പൂജാമുറി ഉണ്ടാക്കി വിഗ്രഹം വെച്ച് വിളക്ക് കത്തിക്കുന്നത് ഈശ്വര ചൈതന്യം ഉണ്ടാവാൻ. അതിനല്ലേ നമ്മൾ വിളിക്കണമല്ല? അമ്പലത്തിൽ പോണതല്ല ഈശ്വരന്റെ സാന്നിധ്യം ഉണ്ടാവാനല്ലേ? ആണല്ലേ? അപ്പൊ ഈശ്വരന്റെ ചൈതന്യം വീട്ടിലുണ്ടായ എന്താ കുഴപ്പം? അങ്ങനെയും നമ്മളെ പിന്നെ കിഡ്നന് കുഴൽ വെച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെല്ലാം ഊതിക്കളയുമെന്ന്. ഇതുപോലെ വിഡ്ഢിത്തമുണ്ടോ നാരായണ സ്വാമി? ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ചൈതന്യത്തെയും സന്നിധിയിലേക്ക് സ്വാംശീകരിച്ചത് ഭഗവാൻ ആ പൊന്നോടെ കുഴലിൽ കൂടിയാണ്.
കയ്യിലിരിക്കുന്ന കുഴലെന്താണെന്നും കിണ്ണം എന്താണെന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ കുഴൽ ഒരു തട്ടം പറഞ്ഞിട്ടു. കിണ്ണം താണ്ടി ഞാൻ നിൽപ്പുണ്ട്, പിടിച്ചോളാവുന്നത്. ഒരിടത്ത് എന്നപ്പോ കണ്ടതാ, കിണ്ണം മടക്കിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ. ഞാൻ ചെന്തിയമ്മേ കുഴല്, യോ സ്വാമി അത് തട്ടുമ്പത്തിട്ടേ. എന്താ കാര്യം? ഭഗവാൻ എല്ലാം ഊതിക്കളയും, നമ്മളെ നോക്കാൻ നേരം കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങ് എടുത്തത്. കൃഷ്ണന്റെ കയ്യിൽ കുഴലില്ലേ, നമ്മളില്ല. അതാ കുഴപ്പം. പ്രാണം നിലച്ചു പോകും. ശരീരത്തിലെ പ്രാണം നിലച്ചു പോകും കണ്ണന്റെ കുഴലില്ലെങ്കിൽ. അടുത്ത് തട്ടമ്പറത്തിടാനുള്ളതല്ല. രാമായണം മേടിച്ചു വെച്ചാൽ എന്താ കുഴപ്പം? വീട്ടിലെ രാവണം കയറി വരും, അസുരന്മാർ കയറിക്കൊണ്ട് രാമായണം വായിച്ചുകൂടാം. ഇനി അഥവാ കർക്കിടകത്തിൽ വായിച്ചാൽ പല ആവർത്തി വായിക്കേണ്ടി വന്നാൽ യുദ്ധകാന്ഡം വായിക്കുന്നത് എല്ലാം കൂടെ ഒന്നിച്ചൊറ്റ വായനയെ വായിക്കാവൂ യുദ്ധകാന്ഡം എന്നാണ്. അന്നേരം ഞാൻ ആലോചിച്ചതൊക്കെ ഈ ഒരു 3 ആവർത്തി എന്തായാലും ഒരു മാസം കൊണ്ട് വരും. സാമാന്യം ഒരുമാതിരി രാമായണം വായിക്കുന്ന ഒരാളാണെങ്കിൽ ഇല്ലേ, 2-3 ആവർത്തി 30 ദിവസം കൊണ്ട് കടന്നു വരും. അപ്പൊ കൗസല്യ എത്ര പ്രസവിക്കണം? 2. 3ാമത്തെ ആവർത്തി വരുമ്പോൾ ഒരു പ്രസവം കൂടെ ആവും. അപ്പം 3 രാമം വരും ഇല്ലേ? എത്ര സീത വരും? 3 സീതയും വരും. എത്ര രാവണനേ ഉള്ളൂ? 3 രാവണം വരും. പക്ഷെ അവസാനത്തെ ഒറ്റ രാവണനെ നമ്മൾ കൊല്ലുന്നു. അപ്പൊ 2 രാവണൻ എവിടെ പോകും? 2 സീതയെ എവിടുന്ന് പിടിച്ചോണ്ട് വരും? 2 രാമനെ എവിടുന്ന് പിടിച്ചോണ്ട് വരും? ഇങ്ങനെയാ പറയുന്നത്. മഹാഭാരതം വീട്ടിൽ വെക്കരുത്, സഹോദര തമ്മിൽ അടിയുണ്ടാവും. കാരണം ഇതൊക്കെ പഠിച്ചാൽ ധർമ്മം അറിയും, സത്യം എന്താണെന്ന് തിരിച്ചറിവുണ്ടാവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അധർമ്മത്തിലേക്ക് പോവില്ല. കൊല്ലടാന്ന് പറയുമ്പോൾ കൊല്ലാനും ചാവടാന്ന് പറയുമ്പോൾ ആളിനെ കിട്ടാതെ വരും. തലതിരിഞ്ഞ് പ്രവർത്തിക്കൊന്നും പോവില്ല. ധർമ്മം അറിയുന്ന സന്തതികളായിട്ട് ഈ ഭൂവിൽ ഹൈന്ദവ ജനത ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലർക്കും പല നഷ്ടങ്ങളും ഉണ്ടാവും. അങ്ങനെ അവരുടെ നഷ്ടങ്ങളില്ലാതെ ഇരിക്കാൻ നമ്മളെ പറഞ്ഞ് തലതിരിച്ചു നിർത്തി ഭഗവത്ഗീത പഠിക്കരുത്. കൊല്ലാൻ പറഞ്ഞ ഗന്ധമാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും ഭഗവത്ഗീത പഠിക്കരുത്. കൃഷ്ണനെ ആരാധിക്കരുത്, കാരണം കൊല്ലാൻ പറയുന്ന ദേവനാണ് കൃഷ്ണൻ, അതുകൊണ്ട് കൃഷ്ണനെ ആരാധിക്കരുത്. നമ്മളത് കേട്ടപ്പോൾ ആലോചിച്ച് ശരിയാടാ, പാവം പിടിച്ച അർജുനൻ ആരെയും കൊല്ലുന്നില്ല എന്ന് പറയും, താടിക്ക് കൈ കൊടുത്തിരുന്നവനാ. അവനെ ഇത്രയും പ്രലോഭിപ്പിച്ച് ഇത്ര എണ്ണത്തിനെ കൊല്ലിച്ചത് ഒരൊറ്റ കൃഷ്ണല്ലേ? മലയാളി അല്ലേ കൃഷ്ണനപ്പം? ചിന്തിക്കും. ഇത്തരത്തിലുള്ള അബദ്ധജനിതമാർഗങ്ങളിൽ ഒന്നും പെട്ടുപോവാതെ നമ്മുടെ ധർമ്മത്തെ അറിയാൻ, നമ്മുടെ ആ ഒരു സംസ്കാരത്തെ അറിയാൻ നമ്മുടെ ഗ്രന്ഥങ്ങളെ കുറച്ചെങ്കിലും പഠിക്കുക, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ഇവിടെ ഉണ്ടോ ക്ലാസ് വല്ലതും? ആധ്യാത്മിക ക്ലാസ് വല്ലതും ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. അതിനകത്ത് പിള്ളേരെ വിടുവോ? കുഞ്ഞുങ്ങളെ ക്ലാസ്സിന് വിടാറുണ്ടോ? എല്ലാ ആഴ്ചയിലും ഉണ്ടോ? ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ച എത്ര കുട്ടികളുണ്ടാവും? സാധാരണ എത്ര കുട്ടികളുണ്ടാവും ഒരാഴ്ചയിൽ? 5-6 കിട്ടുമോ? 15. ഇന്നലെ വിദ്യാഭവനത്തിന് എത്ര കുട്ടികളുണ്ടായിരുന്നു? 40 പരം കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഗീത അല്ലെങ്കിൽ ആധ്യാത്മിക പഠന ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടത്? 15. ബാക്കി എവിടെ പോയി? ചിന്തിക്കണ്ടേ? യോ സ്വാമി, മോന് പരീക്ഷയാണ്, അതുകൊണ്ട് എങ്ങോട്ടും പോവാൻ വിടാറില്ല ഞങ്ങള്. പരീക്ഷയെല്ലാം കഴിഞ്ഞ് വരുമ്പോ എങ്ങനെയുണ്ടാണ് മക്കളെ? ഇത്രയും വലിപ്പത്തിൽ ഒരെണ്ണം ഇങ്ങോട്ട് വന്നു. എന്താണെന്നറിയത്തില്ല സ്വാമി, കൊച്ചിനെന്തോ കുഴപ്പം പറ്റിയിട്ട് അവനാണ് 24 മണിക്കൂറും പഠിക്കുമായിരുന്നു. പക്ഷെ കിട്ടിയപ്പോൾ ഇത്രയും വലിപ്പത്തിൽ. ആ 1 മണിക്കൂർ അവിടെ പോയിരുന്നെങ്കിൽ എന്തെങ്കിലും ചൊവ്വന്നേരെ പഠിച്ച് അവന്റെ തലതിരിവ് മാറിയനെ. അപ്പൊ അവൻ തലതിരിഞ്ഞ് പോകണമെങ്കിൽ ഇതിന് വിടാതിരിക്കണം.
ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കുട്ടിക്കാലത്ത് എന്തെങ്കിലും ആധ്യാത്മികമായ ഒരു സംസ്കാരം പകർന്ന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഒരുറപ്പ് ഞാൻ തരാം, ഒരിക്കലും ആ കുഞ്ഞിനെ കൊണ്ട് മാതാപിതാക്കന്മാർക്ക് ഒരു തരത്തിലുള്ള ബാധ്യതയുണ്ടാവില്ല. ഇനി അഥവാ യൗവന കാലത്തെങ്ങാനും ഒന്ന് തലതിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ആ കിട്ടിയ ആധ്യാത്മികമായ സംസ്കാരം, സംസ്കാരം അവനെ തിരിച്ചതിലേക്ക് തന്നെ കൊണ്ടുവരും, ഒരു സംശയവുമില്ല. ഉറപ്പാണ്, 100% ഗ്യാരണ്ടി ഉണ്ടതിന്. ഇനി ഇടയ്ക്കെങ്ങാനും ഒന്ന് തലതിരിഞ്ഞു പോയാൽ, കാരണം അവൻ പഠിച്ചത് ധർമ്മമാണ്. ആ ധർമ്മം അവൻ പഠിച്ചപ്പോ ആ ധർമ്മം അവനെ തിരിച്ച് ധർമ്മത്തിലേക്ക് തന്നെ കൊണ്ടുവരും, യാതൊരു സംശയമില്ല. രാജീവേ, ഓഫ് ചെയ്തേ.